ആരാ? യമരാജൻ. ചുരുക്കത്തിൽ പറഞ്ഞ നിങ്ങളുടെ കാലേ. എന്റെ കാലിനോ? നിങ്ങളുടെന്നല്ല, ഉള്ള എല്ലാവരുടെയും കാലേ. എന്താണ് നോക്കുന്നത്? പോത്തവിടെ? പോത്താ? പുറത്തുനിന്ന് പുല്ലില്ലണം. ഇങ്ങോട്ട് വിളിക്കാൻ വയ്യായിരുന്നോ? ഞാൻ ഒരു കാര്യം ചോദിച്ചേട്ടാ. ഓ, നിങ്ങളിപ്പോ ഒരു വീട്ടിലോട്ട് വിരുന്ന് പോണ്, കാറിലാണ് പോണത്. അപ്പൊ നിങ്ങൾ ആ കാർ ആ വീടിന്റെ ഡൈനിങ് ഹാളിലോട്ട് ഇടിച്ച് കയറ്റുവോ, അതാ പുറത്ത് നിർത്തിട്ട് അകത്ത് കയറൂ? പുറത്ത് നിർത്തിട്ടാണ് അകത്ത് കയറണേ. അതേപോലെ ഞാൻ പുറത്ത് നിർത്തിയേക്കണ്. എന്തിനാ ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചിരിക്കുന്നേ? ഇനി അങ്ങ് കൊണ്ടുപോയാ പോരായോ? ഞാൻ പറഞ്ഞത് തെറ്റായി പോയോ? ഇനി തെറ്റും ശരിയൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? സമയായില്ലേ? ആ കഴുത്തൊന്ന് നീട്ടിപ്പിടിച്ച്. ഒന്ന് മുറുക്കിയേക്കൂ. അന്ന് കയറ്റി വിട്ടേക്കെ. ആ കൊടുത്തോടെ. ആ ഓക്കെ. ഊരിപ്പോയിരുന്നല്ലോ. പോവാ. എന്താണ് നമ്മ ഇങ്ങനെ നോക്കുന്നത്? പറഞ്ഞു കേട്ടതുപോലല്ല. എവിടെയോ എന്റെ ചെറുമോന്റെ ഛായ. എവിടെയോ അല്ല, എന്റെ ചെറുമോന്റെ ഛായ ഉണ്ട്. ഇങ്ങോട്ട് ചുമ്മാ നിക്കണോ? വാ. ബലം പിടിക്കല്ലേ. ഇത്ര ദൂരം യാത്ര ചെയ്തിട്ട് വയ്യായിരിക്കണ്. വാ. സത്യം പറഞ്ഞ എനിക്കൊരാഗ്രഹമുണ്ട്. എന്താണാവോ? നിർത്തിക്കൂ. എന്റെ കേശുമോന്റെ ശിവമോടെയും കല്യാണം ഒന്ന് കാണണമെന്ന്. എന്നിട്ട് അവിടുന്ന് സമ്മതിച്ചാൽ എന്റെ പാറുമോടെ കല്യാണം കൂടെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അയ്യ, അത് മാത്രമാക്കണ്ട, ഞാനോട് ഇരിക്കുക. സദ്യ കൊണ്ടിട്ട് പോവാന്നാ. അല്ല പിന്നെ കുറയ്ക്കണ്ട. ഇനി അത്രയും മാത്രമേ ആഗ്രഹമുള്ളൂ. ലച്ചുവിന്റെ ഒരു കുട്ടിയുണ്ടല്ലോ, കല്ലു. അതിന്റെയും കൂടെ കല്യാണം കഴിഞ്ഞിട്ട് വന്നാ. അവിടുന്ന് സമ്മതിച്ചാൽ അതിനും എനിക്ക് സന്തോഷം. ഓഹോ, അങ്ങനെയാണെങ്കിൽ കല്ലുവിന്റെ കല്യാണവും കല്ലുവിന്റെ കുട്ടികളുടെ കല്യാണവും കല്ലുവിന്റെ പേരക്കുട്ടികളുടെ കല്യാണവും കഴിഞ്ഞിട്ട് പോവാ. അപ്പൊ തന്നെ എന്നെ തെക്കോട്ടെടുക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് വളരെ 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 സന്തോഷം. എന്നെ തെക്കോട്ടെടുക്കണേ? അല്ല, കല്യാണം കാണുന്ന. വേറെ വാ, പോവാ. എനിക്ക് സമയമില്ലെന്ന്. എന്റെ മാരണദേവാ. അല്ല, മരണദേവാ. കാലെന്നുള്ള വിളിപ്പേരുള്ളൂ, എന്നെ കൊണ്ട് വേറെ ഒന്നും ചെയ്യിപ്പിക്കില്ല. വാ ഇങ്ങോട്ട്. എന്റെ മക്കളെ, എന്റെ പിള്ളാരെ, ഈ കാലന്റെ കയ്യിൽ എന്നെ ഒന്ന് രക്ഷിക്കൂ. അവരിന്നത് കൊളവാക്കി കാലം പിടിച്ചു കളിക്കണം. ഇപ്പോ ഇവരെ മാത്രം ഞാൻ കൊണ്ടുപോകുന്നു. ചിത്രഗുപ്ത ഇവരെ മാത്രമേ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി എല്ലാത്തിനും ഞാൻ വരാം. കുഞ്ഞിന് പിന്നെ കാലം പിടിച്ച് കളിക്കല്. മോളെ ഗൗരി, ഈ കാലിനോട് പറ എന്നെ അടുത്ത മാസം കൊണ്ടുപോയാ മതിയെന്ന്. അതെന്തിനമ്മ അടുത്ത മാസം ആക്കണേ? ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നേല്ലേ, എന്തിനെ കൊണ്ടുപോട്ടെ? നീ അങ്ങനെ പറയുമെന്ന് എനിക്കറിയാം. എന്റെ കൊച്ചു വിഷമിക്കുന്ന കണ്ടോ, വിഷമിച്ച് നിക്കുന്ന കണ്ടോ? മോളെ ഒന്ന് പറഞ്ഞു കൊടുക്ക്, എന്നെ കൊണ്ടുപോകല്ലേന്ന്. അടുത്ത മാസം വരാൻ പറ്റുമോ? ഡേയ് പെണ്ണായി, നീ എന്നെ കണ്ടിട്ട് എന്തുപോലെ തോന്നാണ്? ഈ മറ്റേ ആഴ്ച വന്നിട്ട് പിരിവെടുക്കണ മാമ അല്ല ഞാൻ. അടുത്ത മാസം വരുമെന്ന് പറയാം. കാലലാടി കാലായി. ഓ അമ്മൂമ്മേ, നരകത്തിലോട്ടാണോ സ്വർഗത്തിലോട്ടാണോ കൊണ്ടുവന്ന്? ഉറപ്പായിട്ട് നരകത്തിലോട്ട്. അപ്പോഴേ ഞാൻ വിചാരിച്ചു. അപ്പൊ എണ്ണയിലിട്ട് വറക്കൂലേ? പിന്നെ പൊരിച്ചെടുക്കൂലേ? മസാല റെഡിയാക്കാൻ പറഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അങ്ങനാണെങ്കി പടാലം വീട്ടിലെ വെളിച്ചെണ്ണ ഉണ്ട്, അതില് പൊരിച്ചാ മതി. നല്ല എണ്ണയാ. ഓക്കെ, ഓണ വയ്ക്ക് ഞാൻ അവിടെ കേറിട്ട് പോവാ. ഏയ് എണ്ണ മേടിക്കാൻ. ഒന്നും പറ. ഞാൻ എന്തിനു പറയാൻ? ഞാൻ വല്ലോ പറഞ്ഞോളൂ. അങ്ങനെ പോകുന്ന പോക്കിന് എന്നെ കൂടെ കൊണ്ടുപോകാനായിട്ട്. എനിക്കെന്തിന് വേറൊരു വേലയും കൂലിയില്ലെന്ന് വിചാരിച്ചാ? അല്ല, തമ്പുരാൻ പോകുന്ന പോക്കിന്. കനകം, നീയെങ്കിലും ഒന്ന് പറ. அம்மா இவங்களெல்லாம் ஒன்றும் சொல்லாத அவஸ்தைக்கு நான் எப்படி அம்மா சொல்லுவேன்? പിന്നെ അവർക്ക് എന്നോട് ലാംഗ്വേജ് പുരിയാതമ്മാ. ഞാൻ എന്തിന് മേഡ് ഇൻ കേരള എന്ന് വിചാരിച്ചാ? യൂണിവേഴ്സൽ. എനക്ക് തമിഴും പുറിയും.
ഓനർത്തല ഭവാനി പോയാലോ, അവന് ബോറടിച്ച്. அம்மா நீங்க போங்கம்மா, உங்க ஆண்டுக்கு நான் சக்கரை பொங்கல் போடுறேன். സക്കര പൊങ്കൽ അപ്പന്റെ അപ്പ. ഞാൻ ഇവിടെ നിക്കണോ നോക്കാൻ തെറി വിളിക്കണ ധിക്കാരി. വാ ഇവിടെ. അയ്യോ അയ്യോ അമ്മ